ഓം ശാന്തി 30/9/2024 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, തന്റെ ബാറ്ററി ചാർജ് ചെയ്യണം എന്ന ചിന്ത വയ്ക്കൂ. തന്റെ സമയം പരചിന്തനത്തിൽ വ്യർത്ഥമാക്കരുത്. സ്വയം ചെയ്യുകയാണെങ്കിൽ ലഹരിയുണ്ടാകും. ചോദ്യം: ജ്ഞാനം ഒരു സെക്കൻഡിന്റേതായിട്ടു കൂടി ബാബയ്ക്ക് ഇത്രയും വിസ്താരത്തിൽ മനസ്സിലാക്കി തരേണ്ടി വരുന്നു. അതായത് ഇത്രയും സമയം നൽകേണ്ടി വരുന്നു. ഇതിന്റെ ആവശ്യമെന്താണ്? ഉത്തരം: എന്തുകൊണ്ടെന്നാൽ ജ്ഞാനം നൽകിയതിനു ശേഷം കുട്ടികളിൽ മാറ്റം ഉണ്ടായോ അതോ ഇല്ലയോ എന്നത് ബാബയും നോക്കും. എന്നിട്ട് മാറ്റം വരുത്തുന്നതിനായി ജ്ഞാനം നൽകിക്കൊണ്ടിരിക്കുന്നു. മുഴുവൻ വൃക്ഷത്തിന്റെയും ബീജത്തിന്റെയും ജ്ഞാനം നൽകുന്നു. ഈ കാരണത്താൽ ബാബയെ ജ്ഞാനസാഗരൻ എന്ന് വിളിക്കുന്നു. അഥവാ ഒരു സെക്കൻഡിൽ മന്ത്രം നൽകി പോയിരുന്നെങ്കിൽ ജ്ഞാനസാഗരൻ എന്ന ടൈറ്റിൽ ലഭിക്കില്ലായിരുന്നു. ഓം ശാന്തി. ആത്മീയ അച്ഛനിരുന്ന് ആത്മീയ കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്. ഭക്തിമാർഗത്തിൽ പരമപിത പരമാത്മാ ശിവഭഗവാനെ പൂജിക്കുന്നത് ഇവിടെയാണ്. ബുദ്ധിയിലുണ്ട് ഇവർ വന്നിട്ട് പോയതാണ് എന്ന്. എവിടെ ലിംഗം കണ്ടാലും അവിടെ വെച്ച് അവരെ പൂജിക്കുന്നു. ശിവൻ പരമധാമത്തിൽ വസിക്കുന്നവരാണ്, വന്നിട്ട് പോയതാണ് എന്നതെല്ലാം അറിയാം. അതിനാലാണ് അവരുടെ ഓർമ്മചിഹ്നമുണ്ടാക്കി പൂജിക്കുന്നത്. ഏത് സമയത്ത് ഓർമ്മിച്ചാലും തീർച്ചയായും ഓർമ്മ വരുന്നത് നിരാകാരനെയാണ്. പരംധാമത്തിൽ വസിക്കുന്നവരാണ്, അവരെ ശിവൻ എന്ന് വിളിച്ച് പൂജിക്കുന്നു. ക്ഷേത്രത്തിൽ ചെന്ന് അവർക്ക് മുന്നിൽ തലകുമ്പിടുന്നു. പാലും ജലവും ഫലങ്ങളുമെല്ലാം അവർക്ക് അർപ്പിക്കുന്നു. പക്ഷേ അത് ജഡമാണ്. ജഡത്തിന്റെ ഭക്തിയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ബാബ ചൈതന്യമാണ്. ബാബയുടെ നിവാസസ്ഥാനം പരമധാമമാണ്. അവർ എപ്പോഴാണോ പൂജിക്കുന്നത് അപ്പോൾ അവരുടെ ബുദ്ധിയിൽ വരുന്നുണ്ട് പരംധാമ നിവാസിയാണ്, വന്നിട്ടു പോയതാണ് എന്നതെല്ലാം. അതിനാലാണ് ചിത്രം ഉണ്ടാക്കിയിരിക്കുന്നത്, അതിനെ പൂജിക്കുന്നത്. ആ ചിത്രം ശിവനൊന്നുമല്ല, അവരുടെ പ്രതിമയാണ്. ഇതുപോലെ തന്നെയാണ് ദേവതകളുടെ പൂജയും ചെയ്യുന്നത്. ജഡചിത്രമാണ്, ചൈതന്യമല്ല. പക്ഷേ ചൈതന്യത്തിലുണ്ടായിരുന്ന അവർ എവിടെ പോയി? ഇത് മനസ്സിലാക്കുന്നില്ല. തീർച്ചയായും പുനർജന്മങ്ങളെടുത്ത് താഴെ വന്നിട്ടുണ്ടാകും. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് ജ്ഞാനം ലഭിക്കുകയാണ്. മനസ്സിലാക്കുന്നുണ്ട്, ആരാണോ പൂജ്യ ദേവതകളായിരുന്നത് അവർ പുനർജന്മം എടുത്തു വന്നു. ആത്മാവ് അത് തന്നെയാണ്. ആത്മാവിന്റെ പേര് മാറുന്നില്ല. ബാക്കി ശരീരത്തിന്റെ പേരാണ് മാറുന്നത്. അതേ ആത്മാവ് ഏതെങ്കിലും ശരീരത്തിൽ ഉണ്ടാകും. പുനർജന്മം എടുക്കുക തന്നെ വേണം. ആരാണോ ആദ്യമാദ്യം ശരീരം ധാരണ ചെയ്തത് അവരെയാണ് നിങ്ങൾ പൂജിക്കുന്നത്. ബ്രാക്കറ്റിൽ ലക്ഷ്മി നാരായണനെ പൂജിക്കുന്നു. ഈ സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ ചിന്തകൾ ഉണ്ടാകുന്നുണ്ട്. കാരണം ബാബ ജ്ഞാനം നൽകുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ആരുടെ ചിത്രത്തെയാണോ പൂജിച്ചത് അവർ ആദ്യ നമ്പറിലുള്ളവരാണ്. ഈ ലക്ഷ്മി നാരായണന്മാർ ചൈതന്യത്തിലുണ്ടായിരുന്നു. ഇതേ ഭാരതത്തിലായിരുന്നു. ഇപ്പോഴില്ല. അവർ പുനർജന്മം എടുത്ത് ഭിന്ന ഭിന്ന നാമരൂപങ്ങൾ ധാരണ ചെയ്ത് 84 ജന്മങ്ങളുടെ പാർട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നത് അവർ അറിയുന്നില്ല. ഇത് ആരുടെയും ചിന്തയിൽ വരുന്നില്ല. സത്യയുഗത്തിൽ തീർച്ചയായും ഇവർ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോഴില്ല. ഇതും ആർക്കും മനസ്സിലാകുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഡ്രാമ പ്ലാൻ അനുസരിച്ച്
തീർച്ചയായും വീണ്ടും ചൈതന്യത്തിൽ വരും. മനുഷ്യരുടെ ബുദ്ധിയിൽ ഈ ചിന്ത വരുന്നേയില്ല. ഇവർ ഉണ്ടായിരുന്നു എന്നത് മാത്രം മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോഴുള്ളത് ഇവരുടെ ജഡ ചിത്രങ്ങളാണ്. ചൈതന്യത്തിലുള്ള ഇവർ എവിടെ പോയി? ഇത് ആരുടെയും ബുദ്ധിയിൽ വരുന്നില്ല. മനുഷ്യർ 84 ലക്ഷം ജന്മം എന്നാണ് പറയുന്നത്. ഇതും നിങ്ങൾ കുട്ടികൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. അതായത് നമ്മൾ 84 ജന്മങ്ങളെ എടുക്കുന്നുള്ളൂ, 84 ലക്ഷം ജന്മങ്ങളല്ല. ഇപ്പോൾ രാമചന്ദ്രന്റെ പൂജ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ രാമൻ എവിടെ പോയി എന്നതുപോലും അവർക്ക് അറിയില്ല. നിങ്ങൾക്ക് അറിയാം, ശ്രീരാമന്റെ ആത്മാവ് തീർച്ചയായും പുനർജന്മങ്ങൾ എടുത്തിട്ടുണ്ടാകും. ഇവിടെ പരീക്ഷയിൽ തോറ്റുപോകുന്നു. പക്ഷെ ഏതെങ്കിലും രൂപത്തിൽ തീർച്ചയായും ഉണ്ടാകുമല്ലോ. ഇവിടെയാണ് പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാമന്റെ പേര് എത്ര പ്രശസ്തമാണ്. അതിനാൽ തീർച്ചയായും വരും. അവർക്ക് ജ്ഞാനം എടുക്കേണ്ടതായി വരും. ഇപ്പോൾ ഒന്നും മനസ്സിലാകുന്നില്ലെങ്കിൽ ആ കാര്യം വിടേണ്ടി വരുന്നു. ഈ കാര്യങ്ങളിലേക്ക് പോകുന്നതിലൂടെയും സമയം വ്യർത്ഥമാകും. ഇതിനേക്കാൾ നല്ലത് എന്തുകൊണ്ട് തന്റെ സമയം സഫലമാക്കിക്കൂടാ? തന്റെ ഉന്നതിക്കായി ബാറ്ററി ചാർജ് ചെയ്യൂ. മറ്റ് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് പരചിന്തനമാണ്. ഇപ്പോൾ സ്വചിന്തനം ചെയ്യണം. നമുക്ക് ബാബയെ ഓർമ്മിക്കണം. അവരും പഠിക്കുന്നുണ്ടാകും, അവരുടെ ബാറ്ററി ചാർജ് ചെയ്യുന്നുണ്ടാകും. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം ചെയ്യണം. പറയാറുണ്ട്, അവനവൻ ചെയ്യുകയാണെങ്കിൽ ലഹരി കയറും എന്ന്. ബാബ പറഞ്ഞിട്ടുണ്ട്, എപ്പോൾ നിങ്ങൾ സതോപ്രധാനമായിരുന്നുവോ അപ്പോൾ നിങ്ങളുടേത് വളരെ വലിയ പദവിയായിരുന്നു. ഇപ്പോൾ വീണ്ടും പുരുഷാർത്ഥം ചെയ്യൂ, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ വികർമ്മം വിനാശമാകും. ലക്ഷ്യമുണ്ടല്ലോ. ഈ ചിന്തനത്തിലൂടെ തന്നെ സതോപ്രധാനമായി മാറും. നാരായണനെ തന്നെ ഓർമ്മിക്കുന്നതിലൂടെ നമ്മൾ നാരായണനായി മാറും. അന്തിമകാലത്ത് ആര് നാരായണനെ സ്മരിക്കുന്നുവോ? നിങ്ങൾക്ക് ബാബയെ ഓർമ്മിക്കണം. ഇതിലൂടെ പാപം മുറിയും. പിന്നീട് നാരായണനായി മാറും. ഇത് നരനിൽ നിന്ന് നാരായണനാവാനുള്ള സർവശ്രേഷ്ഠ യുക്തിയാണ്. ഒരു നാരായണൻ മാത്രമല്ലല്ലോ ഉണ്ടാകുന്നത്. ഇവിടെ മുഴുവൻ പരമ്പരയും ഉണ്ടാവുകയാണ്. ബാബ സർവശ്രേഷ്ഠ പുരുഷാർത്ഥം ചെയ്യിപ്പിക്കും. ഇതാണ് രാജയോഗത്തിന്റെ ജ്ഞാനം. ഇതിലൂടെ മുഴുവൻ വിശ്വത്തിന്റെയും അധികാരിയായി മാറണം. എത്രത്തോളം പുരുഷാർത്ഥം ചെയ്യുന്നുവോ അത്രത്തോളം ലാഭം തീർച്ചയായും ഉണ്ടാകും. ഒന്നാമത് സ്വയം ആത്മാവാണ് എന്നത് തീർച്ചയായും നിശ്ചയിക്കൂ. ചിലർ ഇങ്ങനെ എഴുതുന്നു, ഇന്ന ആത്മാവ് അങ്ങയെ ഓർമ്മിക്കുന്നു. ആത്മാവ് ശരീരത്തിലൂടെ എഴുതുകയാണ്. ആത്മാവിന്റെ ബന്ധം ശിവബാബയുമായിട്ടാണ്. ഞാൻ ആത്മാവ് ഇന്ന ശരീരത്തിന്റെ നാമരൂപത്തിലാണ്. ഇത് തീർച്ചയായും പറയേണ്ടതായി വരും. എന്തെന്നാൽ ആത്മാവിന് ശരീരത്തിന്റെ ആധാരത്തിലാണ് വ്യത്യസ്ത നാമങ്ങൾ ലഭിച്ചിരിക്കുന്നത്. ഞാൻ ആത്മാവ് അങ്ങയുടെ കുട്ടിയാണ്. ഞാൻ ആത്മാവിന്റെ ശരീരത്തിന്റെ പേര് ഇന്നതാണ്. ആത്മാവിന്റെ പേര് ഒരിക്കലും മാറുന്നില്ല. ഞാൻ ആത്മാവ് ഇന്ന ശരീരത്തിലുള്ളതാണ്. തീർച്ചയായും ശരീരത്തിന് പേര് വേണം. ഇല്ലെങ്കിൽ കാര്യങ്ങൾ നടക്കില്ല. ഇവിടെ ബാബ പറയുന്നു, ഞാനും ബ്രഹ്മാവിന്റെ ശരീരത്തിലാണ് വരുന്നത്, താൽക്കാലികമായി. ബ്രഹ്മാവിന്റെ ആത്മാവും മനസ്സിലാക്കി കൊടുക്കുന്നു, ഞാൻ ഈ ശരീരം ഉപയോഗിച്ച് നിങ്ങളെ പഠിപ്പിക്കാൻ വന്നതാണ്. ഇതെന്റെ ശരീരമല്ല. ഞാനിതിൽ പ്രവേശിച്ചിരിക്കുകയാണ്.
പിന്നീട് തന്റെ ധാമത്തിലേക്ക് പോകും. ഞാൻ വന്നിരിക്കുന്നത് തന്നെ നിങ്ങൾ കുട്ടികൾക്ക് ഈ മന്ത്രം നൽകാനാണ്. മന്ത്രം നൽകി ഉടനെ പോകുന്നു എന്നല്ല. കുട്ടികളിൽ ഏതുവരെ മാറ്റം വന്നുവെന്നും നോക്കണം. പിന്നീട് മാറുന്നതിനുള്ള പഠിപ്പ് നൽകിക്കൊണ്ടിരിക്കുന്നു. സെക്കൻഡിൽ ജ്ഞാനം നൽകി തിരികെ പോയാൽ പിന്നെ ജ്ഞാനസാഗരൻ എന്ന് പറയാൻ കഴിയില്ല. എത്ര സമയമായി നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നുകൊണ്ടേയിരിക്കുന്നു. വൃക്ഷത്തിന്റെ, ഭക്തിമാർഗത്തിന്റെ എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വിസ്താരമാണ്. വിസ്താരത്തിൽ മനസ്സിലാക്കി തരുന്നു. മൊത്ത വ്യാപാരമാണ് മന്മനാഭവ. പക്ഷെ ഇങ്ങനെ പറഞ്ഞിട്ട് തിരിച്ചു പോകില്ല. പാലനയും ചെയ്യണം. ചില കുട്ടികൾ ബാബയെ ഓർമ്മിച്ചോർമ്മിച്ച് കാണാതാകുന്നു. ഇന്ന ആത്മാവ്, അവരുടെ പേര് ഇന്നതായിരുന്നു, വളരെ നന്നായി പഠിപ്പിക്കുമായിരുന്നു, സ്മൃതിയിൽ വരുമല്ലോ. പഴയ കുട്ടികൾ എത്ര നല്ലതായിരുന്നു. അവരെ മായ വിഴുങ്ങിക്കളഞ്ഞു. ആരംഭത്തിൽ എത്ര പേർ വന്നിരുന്നു. പെട്ടെന്ന് വന്ന് ബാബയുടെ മടിയിലിരുന്നു. ഭട്ടിയുണ്ടായി. ഇതിലെല്ലാവരും തന്റെ ഭാഗ്യം നേടി. പിന്നീട് ഭാഗ്യം നേടി മായ ഒറ്റയടിക്ക് പറത്തിക്കളഞ്ഞു. നിൽക്കാൻ സാധിച്ചില്ല. പിന്നീട് 5000 വർഷങ്ങൾക്ക് ശേഷവും ഇങ്ങനെ തന്നെ സംഭവിക്കും. എത്ര പേർ പോയി? പകുതി വൃക്ഷം തീർച്ചയായും പോയിട്ടുണ്ടാകും. തീർച്ചയായും വൃക്ഷം അഭിവൃദ്ധിപ്പെട്ടിട്ടുണ്ട്. പക്ഷേ പഴയവർ പോയി. മനസ്സിലാക്കാൻ സാധിക്കും. അവരിലും ചിലർ തീർച്ചയായും വീണ്ടും പഠിക്കാനായി വരും. സ്മൃതി ഉണരും. ഞാൻ ബാബയിൽ നിന്ന് പഠിച്ചിരുന്നു. ബാക്കി എല്ലാവരും ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തോറ്റുപോയി. പിന്നീട് മൈതാനത്തിലേക്ക് വരും. ബാബ വരാൻ അനുവദിക്കും. വീണ്ടും വന്ന് പുരുഷാർത്ഥം ചെയ്യട്ടെ. എന്തെങ്കിലും നല്ല പദവി ലഭിക്കും. ബാബ സ്മൃതി ഉണർത്തുകയാണ്. മധുരമധുരമായ കുട്ടികളെ, എന്നെ മാത്രം ഓർമ്മിക്കുകയാണെങ്കിൽ പാപം മുറിയും. ഇപ്പോൾ എങ്ങനെയാണ് ഓർമ്മിക്കുന്നത്? ബാബ പരംധാമത്തിലാണ് എന്നാണോ ഇപ്പോൾ കരുതുന്നത്? അല്ല, ബാബ ഇവിടെ രഥത്തിൽ ഇരിക്കുന്നുണ്ട്. ഈ രഥത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാൻ കഴിയും. ഇതാണ് ഭാഗ്യശാലി രഥം. ഇതിൽ വന്നിരിക്കുകയാണ്. ഭക്തി മാർഗത്തിലായിരുന്നപ്പോൾ ബാബയെ പരംധാമത്തിൽ ഓർമ്മിക്കുമായിരുന്നു. പക്ഷെ ഓർമ്മയിലൂടെ എന്ത് സംഭവിക്കും എന്നത് അറിയില്ലായിരുന്നു. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് ബാബ സ്വയം ഈ രഥത്തിലിരുന്ന് ശ്രീമതം നൽകുകയാണ്. അതിനാലാണ് നിങ്ങൾ കുട്ടികൾ കരുതുന്നത് ബാബ ഇവിടെ ഈ മൃത്യു ലോകത്തിൽ പുരുഷോത്തമ സംഗമയുഗത്തിൽ ഉണ്ടെന്ന്. നിങ്ങൾക്കറിയാം, നമുക്ക് ബ്രഹ്മബാബയെ ഓർമ്മിക്കേണ്ട ആവശ്യമില്ല. ബാബ പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ. ഞാൻ ഈ രഥത്തിലിരുന്ന് നിങ്ങൾക്ക് ഈ ജ്ഞാനം നൽകുകയാണ്. എന്റെയും പരിചയം നൽകുന്നു. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. മുൻപ് നിങ്ങൾ കരുതിയത് പരംധാമത്തിൽ വസിക്കുകയാണ് എന്നാണ്. വന്നിട്ട് പോയതാണ്. പക്ഷെ എപ്പോഴാണ് ഇത് അറിയില്ലായിരുന്നു. എല്ലാവരും വന്നിട്ട് പോയവരാണല്ലോ. ആരുടെയെല്ലാം ചിത്രങ്ങളുണ്ടോ അവരെല്ലാം ഇപ്പോൾ എവിടെയാണ് എന്നത് ആർക്കും അറിയില്ല. ആരാണോ പോകുന്നത് അവർ തന്റെ സമയമാകുമ്പോൾ വരും. ഭിന്ന ഭിന്ന പാർട്ടുകൾ അഭിനയിച്ചുകൊണ്ടിരിക്കും. സ്വർഗത്തിലേക്ക് ആരും പോകുന്നില്ല. ബാബ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. സ്വർഗത്തിലേക്ക് പോകുന്നതിന് പുരുഷാർത്ഥം ചെയ്യണം. മാത്രമല്ല, പഴയ ലോകത്തിന്റെ അന്തിമവും പുതിയ ലോകത്തിന്റെ തുടക്കവുമാകണം. അതിനെയാണ് പുരുഷോത്തമ സംഗമയുഗം എന്ന് പറയുന്നത്. ഈ ജ്ഞാനം ഇപ്പോൾ നിങ്ങൾക്കുണ്ട്. മനുഷ്യർ ഒന്നും അറിയുന്നില്ല. ശരീരം കത്തി നശിക്കും. ബാക്കി ആത്മാവ് മാത്രമാണ് പോകുന്നത് എന്നറിയാം. ഇപ്പോൾ കലിയുഗമായതിനാൽ
തീർച്ചയായും കലിയുഗത്തിൽ തന്നെയാവും ജന്മമെടുക്കുക. സത്യയുഗത്തിലായിരുന്നപ്പോൾ ജന്മവും സത്യയുഗത്തിലായിരുന്നു എടുക്കുക. ഇതും അറിയാം, മുഴുവൻ ആത്മാക്കളുടെയും സ്റ്റോക്ക് നിരാകാരി ലോകത്തിലാണ് ഉള്ളത്. ഇത് ബുദ്ധിയിൽ ഇരിക്കുന്നുണ്ടല്ലോ. പിന്നീട് അവിടെ നിന്നും വരുന്നു, ഇവിടെ ശരീരം ധാരണ ചെയ്ത് ജീവാത്മാവായി മാറുന്നു. എല്ലാവർക്കും ഇവിടെ വന്ന് ജീവാത്മാവായി മാറണം. പിന്നീട് നമ്പർ വൈസായി തിരിച്ചു പോകണം. എല്ലാവരെയും കൊണ്ടുപോകില്ല. ഇല്ലെങ്കിൽ പ്രളയം ഉണ്ടാകണം. പ്രളയം ഉണ്ടായതായി കാണിക്കുന്നു, എന്നാൽ റിസൾട്ട് ഒന്നും തന്നെ കാണിക്കുന്നില്ല. നിങ്ങൾക്കറിയാം, ഈ പഴയ ലോകം ഒരിക്കലും കാലിയാകില്ല. പാട്ടുണ്ട്, രാമൻ പോയാലും രാവണൻ പോയാലും. അവരുടേത് ഇത്രയും വലിയ പരിവാരമാണ്. മുഴുവൻ ലോകത്തിലും രാവണ സമ്പ്രദായമല്ലേ? രാമസമ്പ്രദായം വളരെ ചെറുതാണ്. രാമന്റെ സമ്പ്രദായം സത്യത്രേതായുഗങ്ങളിലാണ്. വളരെ വലിയ വ്യത്യാസമുണ്ടാകും. അതിനുശേഷം വളരെയധികം കൊമ്പും ചില്ലകളും വളരും. ഇപ്പോൾ നിങ്ങൾ ബീജത്തെയും വൃക്ഷത്തെയും മനസ്സിലാക്കി. ബാബയ്ക്കെല്ലാം അറിയാം, അതിനാലാണ് കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ബാബയെ ജ്ഞാനസാഗരൻ എന്ന് വിളിക്കുന്നത്. ഒരു കാര്യമേ ഉള്ളൂവെങ്കിൽ പിന്നെ ശാസ്ത്രങ്ങൾ മുതലായവ ഉണ്ടാകുക സാധ്യമല്ല. വൃക്ഷത്തിന്റെ വിസ്താരത്തിലുള്ള കാര്യങ്ങളും മനസ്സിലാക്കി തരുന്നു. പ്രധാന കാര്യം, ആദ്യ വിഷയം എന്നത് ബാബയുടെ ഓർമ്മയാണ്. ഇതിലാണ് പരിശ്രമം. ഇതാണ് എല്ലാത്തിന്റെയും ആധാരം. ബാക്കി വൃക്ഷം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ലോകത്തിലെ ആർക്കും ഈ കാര്യങ്ങൾ അറിയുകയില്ല. നിങ്ങൾ എല്ലാ ധർമ്മത്തിലുള്ളവരുടെയും വർഷവും തീയതിയും എല്ലാം പറയുന്നു. അരക്കൽപ്പത്തിനുള്ളിൽ അവർ എല്ലാവരും വരും. ബാക്കിയുള്ളത് സൂര്യവംശിയും ചന്ദ്രവംശിയുമാണ്. അവർക്കായി വളരെയധികം യുഗങ്ങളൊന്നും ഉണ്ടാകില്ലല്ലോ. 2 യുഗങ്ങളാണ് ഉള്ളത്. അവിടെ മനുഷ്യരും കുറവായിരിക്കും. 84 ലക്ഷം ജന്മം എന്നത് സാധ്യമേ അല്ല. മനുഷ്യർ വിവേകത്തിനും ഉപരിയായി മാറുന്നു. അതിനാൽ ബാബ വന്ന് വിവേകം നൽകുകയാണ്. രചയിതാവായ ബാബ തന്നെയാണ് രചയിതാവിന്റെയും രചനയുടെ ആദിമധ്യ അന്ത്യത്തിന്റെയും ജ്ഞാനം നൽകുന്നത്. ഭാരതവാസികൾ പൂർണമായും ഒന്നും അറിയുന്നില്ല. എല്ലാവരെയും പൂജിച്ചുകൊണ്ടിരിക്കുന്നു. മുസ്ലിങ്ങളെ, പാഴ്സികളെ ആര് വന്നോ അവരെ പൂജിക്കുന്നതിൽ മുഴുകുന്നു. എന്തെന്നാൽ തന്റെ ധർമ്മവും ധർമ്മസ്ഥാപകനെയും മറന്നുപോയി. ബാക്കി എല്ലാവർക്കും അവരവരുടെ ധർമ്മം അറിയാം. എല്ലാവർക്കും അറിയാം ഇന്ന ധർമ്മം എപ്പോൾ ആര് സ്ഥാപിച്ചു എന്ന്. ബാക്കി സത്യത്രേതായുഗങ്ങളിലെ ചരിത്രവും ഭൂമിശാസ്ത്രവും ആർക്കും അറിയില്ല. ചിത്രവും കാണുന്നുണ്ട്. ശിവബാബയുടേത് ഈ രൂപമാണ്. അവർ തന്നെയാണ് ഉയർന്നതിലും ഉയർന്ന അച്ഛൻ. എങ്കിൽ അവരെ തന്നെയാണ് ഓർമ്മിക്കേണ്ടതും. ഇവിടെ രണ്ടാമത് ഏറ്റവും കൂടുതൽ പൂജിക്കുന്നത് കൃഷ്ണനെയാണ്. എന്തെന്നാൽ ബാബ കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം കൃഷ്ണനല്ലേ. അവരെ സ്നേഹിക്കുന്നുമുണ്ട്. അതിനാൽ ഗീതയുടെ ഭഗവാൻ അവരാണ് എന്ന് കരുതി. കേൾപ്പിക്കുന്ന ആൾ വേണമല്ലോ. എങ്കിലല്ലേ അവരിൽ നിന്ന് സമ്പത്ത് ലഭിക്കൂ. ബാബ തന്നെയാണ് കേൾപ്പിക്കുന്നത്. പുതിയ ലോകത്തിന്റെ സ്ഥാപനയും പഴയ ലോകത്തിന്റെ വിനാശവും ചെയ്യാൻ ബാബയ്ക്കല്ലാതെ മറ്റാർക്കും സാധിക്കില്ല. ബ്രഹ്മാവിലൂടെ സ്ഥാപന, ശങ്കരനിലൂടെ വിനാശം, വിഷ്ണുവിലൂടെ പാലന. ഇങ്ങനെയും എഴുതാറുണ്ട്. ഇവിടെയുള്ള കാര്യം തന്നെയാണ്. പക്ഷേ മനസ്സിലാക്കുന്നില്ല. നിങ്ങൾക്കറിയാം, അത് നിരാകാരി സൃഷ്ടിയാണ്. ഇത് സാകാരി സൃഷ്ടിയാണ്. സൃഷ്ടി ഇത് തന്നെയാണ്.
ഇവിടെയാണ് രാമരാജ്യവും രാവണരാജ്യവും ഉണ്ടാകുന്നത്. മുഴുവൻ മഹിമയും ഈ സ്ഥാനത്തിനാണ്. ബാക്കി സൂക്ഷ്മവതനത്തിന്റെ സാക്ഷാത്കാരം മാത്രമാണ് ഉണ്ടാകുന്നത്. മൂലവതനത്തിലാണെങ്കിൽ ആത്മാക്കൾ വസിക്കുന്നു, പിന്നീട് ഇവിടെ വന്ന് പാർട്ട് അഭിനയിക്കുന്നു. ബാക്കി സൂക്ഷ്മവതനത്തിൽ എന്താണുള്ളത് എന്നതിന്റെ ചിത്രം ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് ബാബ മനസ്സിലാക്കി തരികയാണ്. നിങ്ങൾ കുട്ടികൾക്കും ഇതുപോലെ സൂക്ഷ്മവതനവാസിയായ ഫരിഷ്തയായി മാറണം. ഫരിഷ്തകൾക്ക് അസ്ഥിയും മാംസവും ഒന്നും ഉണ്ടാകില്ല. പറയാറില്ലേ, ദദീജി മഹർഷി അസ്ഥികളടക്കം നൽകി എന്ന്. ബാക്കി ശങ്കരനെ കുറിച്ച് എവിടെയും പാട്ടില്ല. ബ്രഹ്മാവിന്റെയും വിഷ്ണുവിന്റെയും ക്ഷേത്രങ്ങളുണ്ട്, ശങ്കരന് ഒന്നുമില്ല. അതിനാൽ അവരെ വിനാശത്തിനായി നിയോഗിച്ചു. കണ്ണു തുറന്നതും വിനാശമുണ്ടായി. അങ്ങനെയൊന്നുമില്ല. ദേവതകൾ എങ്ങനെ ഹിംസിക്കുന്ന കാര്യങ്ങൾ ചെയ്യും? അവരും അങ്ങനെ ചെയ്യുന്നില്ല. ശിവബാബയും അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നില്ല. നിർദ്ദേശം നൽകുന്നവർക്ക് മേലും കുറ്റം വരുമല്ലോ. പറയുന്ന ആളും കുടുങ്ങും. അവരാണെങ്കിൽ ശിവനെയും ശങ്കരനെയും ഒന്നാക്കി. ഇപ്പോൾ ബാബയും പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, മനസ്സ് എന്നിൽ അർപ്പിച്ച് എന്നെ മാത്രം ഓർമ്മിക്കൂ. ശിവശങ്കരനെ ഓർമ്മിക്കൂ എന്ന് പറയുന്നില്ല. പതിത പാവനൻ എന്ന് ഒരേ ഒരു ആളെ മാത്രമാണ് പറയുന്നത്. ഭഗവാൻ ഇരുന്ന് അർത്ഥസഹിതം മനസ്സിലാക്കി തരികയാണ്. കാര്യങ്ങൾ ആർക്കും അറിയാത്ത കാരണത്താൽ ചിത്രം കണ്ട് ആശയക്കുഴപ്പത്തിലേക്ക് വരുന്നു. തീർച്ചയായും അർത്ഥം പറയേണ്ടി വരുമല്ലോ. മനസ്സിലാക്കുന്നതിൽ സമയമെടുക്കും. കോടികളിലും ചിലരാണ് വിരളമായി വരുന്നത്. ഞാൻ എന്താണോ എങ്ങനെയാണോ അതുപോലെ എന്നെ മനസ്സിലാക്കാൻ കോടിയിലും ചിലർക്കേ സാധിക്കൂ. ശരി, വളരെ കാലത്തെ വേർപാടിനു ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ ഓമന സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ഒരു കാര്യത്തെക്കുറിച്ചും ചിന്തിച്ച് തന്റെ സമയം വ്യർത്ഥമാക്കരുത്. തന്റെ സന്തോഷത്തിൽ ഇരിക്കണം. സ്വയത്തെ പ്രതി ചിന്തിച്ച് ആത്മാവിനെ സത്തോ പ്രധാനമാക്കി മാറ്റണം. 2. നരനിൽ നിന്ന് നാരായണനായി മാറുന്നതിനായി അന്തിമകാലത്ത് ഒരേയൊരു ബാബയുടെ മാത്രം ഓർമ്മ ഉണ്ടാകണം. ഈ സർവശ്രേഷ്ഠ യുക്തി മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ ആത്മാവാണ് എന്ന പുരുഷാർത്ഥം ചെയ്യണം. ഈ ശരീരം മറക്കണം. വരദാനം: ദാതാവിന്റെ ദാനം സ്മൃതിയിൽ വെച്ച് സർവ അറ്റാച്ച്മെന്റുകളിൽ നിന്നും മുക്തമായിരിക്കുന്ന ആകർഷണമുക്തരായി ഭവിക്കട്ടെ. ചില കുട്ടികൾ പറയാറുണ്ട്, ഇവരോട് എനിക്ക് യാതൊരു ആകർഷണവുമില്ല. എന്നാൽ ഇവരുടെ ഈ ഗുണം വളരെ നല്ലതാണ്. അല്ലെങ്കിൽ ഇവരിൽ സേവനത്തിന്റെ വിശേഷത ധാരാളമുണ്ട് എന്ന്. എന്നാൽ ഏതെങ്കിലും വ്യക്തി അഥവാ വൈഭവത്തിന് നേരെ വീണ്ടും വീണ്ടും സങ്കല്പം പോകുന്നതും ആകർഷണം തന്നെയാണ്. ആരുടെയെങ്കിലും വിശേഷത കണ്ട്, ഗുണങ്ങളെ അല്ലെങ്കിൽ സേവനം കണ്ട് ദാതാവിനെ മറക്കരുത്. ഇത് ദാതാവിന്റെ ദാനമാണ്. ഈ സ്മൃതി അറ്റാച്ച്മെന്റുകളിൽ നിന്ന് മുക്തരും ആകർഷണമുക്തരും ആക്കി മാറ്റുന്നു. ആരിലും പ്രഭാവിതരാകില്ല. സ്ലോഗൻ: അലഞ്ഞു തിരിയുന്ന ആത്മാക്കൾക്ക് അഭയം നൽകുകയും ഭഗവാനുമായി മിലനം ചെയ്യിപ്പിക്കുകയും ചെയ്യുന്ന ആത്മീയ സോഷ്യൽ വർക്കറായി മാറൂ. ഓം ശാന്തി.